ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻ പ്ലസ് അഡ്വൈസ് എന്ന രീതിയിലുള്ള ടോപ്പിക്കാണ്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇൻഫർമേഷൻ പ്ലസ് അഡ്വൈസ് എന്ന രീതിയിലുള്ള വീഡിയോ ആണെന്ന്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വെയിറ്റ് ലോസ് സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമാണ് നിങ്ങൾ മുടക്കിയ ക്യാഷ് കൊണ്ട് സൂപ്പറായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് കൂടുതലായിട്ട് റിസൾട്ട് ലഭിക്കാനായിട്ട് വേറെ വെയിറ്റ് ലോസ് മെത്തേഡുകൾ ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ കുത്തിക്കയറ്റുന്നത്. ഇതുപോലെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന്റെ ഇടയിൽ വേറെ വെയിറ്റ് ലോസ് മെത്തേഡുകൾ കുത്തിക്കയറ്റുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതും ശരിക്കും റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡുകളുണ്ട്. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെത്തേഡ് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. അതിൽ ഏത് വെയിറ്റ് ലോസ് ആണോ ചെയ്യുന്നത് ആ ഒരു വെയിറ്റ് ലോസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏത് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്താലും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങൾക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് അറിഞ്ഞ് കൃത്യമായിട്ട് ചാർട്ട് ചെയ്തിട്ട് വേണം ഏത് വെയിറ്റ് ലോസ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ വെയിറ്റ് ലോസിനെ കുറിച്ച് പഠിച്ച് റിസർച്ച് ചെയ്തിട്ട് ഒരു വെയിറ്റ് ലോസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു വെയിറ്റ് ലോസ് മെത്തേഡ് മാത്രം ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു എൻഡ് റിസൾട്ട് എടുക്കാൻ സാധിക്കത്തില്ല. ഒരു വെള്ളം ഒരു വഴിക്കും ഒരു വെള്ളം വേറൊരു വഴിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏത് വെയിറ്റ് ലോസ് ആണോ ഫോളോ ചെയ്യുന്നത് ആ ഒരു വെയിറ്റ് ലോസ് മെത്തേഡ് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ട്രെയിനർ ഉണ്ട്, നിങ്ങൾക്കൊരു കോച്ച് ഉണ്ട്, അദ്ദേഹം പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് എൻഡ് റിസൾട്ട് ഫാസ്റ്റായിട്ട് എടുക്കുക. ഏത് വെയിറ്റ് ലോസ് മെത്തേഡിലാണ് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കേണ്ടതെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഏതിലാണോ തീരുമാനിച്ച് സ്റ്റാർട്ട് ചെയ്തത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഹെർബാലൈഫ് മാത്രം ഒരിക്കലും ചെയ്യണമെന്ന് പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഹെർബാലൈഫ് ചെയ്യുക. പക്ഷേ ഏത് വെയിറ്റ് ലോസ് മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു വെയിറ്റ് ലോസ് മെത്തേഡ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഹെർബാലൈഫ് വെയിറ്റ് ലോസ് പ്രോഗ്രാമിലോട്ട് വരുവാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഡയറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, വർക്കൗട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അതുപോലെ നമ്മുടെ കോച്ച് നമുക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് മസ്റ്റായിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് കുറയ്ക്കാനുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് ഹെർബാലൈഫ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഹെർബാലൈഫ് മാത്രം ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് നമ്മളൊരു ഹെൽത്തി വേയിലാണ് വെയിറ്റ് കുറയ്ക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു മാസത്തിൽ 10 കിലോ, ഒരു മാസത്തിൽ 20 കിലോ ഈ രീതിയിലൊന്നും വെയിറ്റ് ലോസ് നടക്കത്തില്ല. നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ഫാറ്റ്, BMI, വിസറൽ ഈ കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് വെയിറ്റ് ലോസ് സമയത്ത് നമുക്ക് വെയിറ്റ് ലോസ് നടക്കുന്നത്. അതായത് വെയിറ്റ് മാത്രമല്ല നമ്മുടെ പ്രോഗ്രാമിൽ കുറയ്ക്കുന്നത്, ഈ പറഞ്ഞ എല്ലാ അളവുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു നോർമലോട്ട് എത്തിയിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. ഇങ്ങനെ വെയിറ്റ് ലോസ് മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ, നമ്മുടെ ഹെൽത്ത് റിക്കവർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മളൊരു അൺഹെൽത്തി സിറ്റുവേഷനിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിനെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് വൺ, നമ്മുടെ ബോഡിയുടെ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും നടക്കുന്നത്. നമ്മുടെ സ്കിൻ ആണെങ്കിലും നമ്മുടെ ബോഡി റീഷേപ്പ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ടായിരിക്കും വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആവുന്നത്. തേർഡ് വൺ, നമ്മുടെ ബോഡി ഫാറ്റ് നോർമൽ എത്തിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്ത് വെയിറ്റ് മെയിൻറ്റെയിനും ചെയ്ത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. ചുമ്മാ വെയിറ്റ് കുറച്ചാൽ മാത്രം നിങ്ങളുടെ കുറഞ്ഞ വെയിറ്റിനെ ലൈഫ് ലോങ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് എത്ര നേരമാണോ ന്യൂട്രീഷൻ യൂസ് ചെയ്യാൻ പറയുന്നത് അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് കോച്ച് പറഞ്ഞ രീതിക്ക് ഫോളോ ചെയ്തിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു വെയിറ്റ് ലോസ് മെത്തേഡ് കൃത്യമായിട്ട് പോകുന്നതിനിടയിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ വേറൊരു വെയിറ്റ് ലോസ് മെത്തേഡ് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ചില ആളുകൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്, കീറ്റോ എടുക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വെയിറ്റ് ലോസ് മെത്തേഡുകൾ നമ്മുടെ ഹെർബാലൈഫിന്റെ ഒപ്പം ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതിന് റിസൾട്ട് ലഭിക്കത്തില്ല. പ്ലസ് നിങ്ങൾ എന്ത് മെത്തേഡാണോ ആഡ് ചെയ്തത് അതിന് റിസൾട്ട് ലഭിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് വെയിറ്റ് ലോസ് മെത്തേഡാണോ ചൂസ് ചെയ്യുന്നത് ആ വെയിറ്റ് ലോസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങളുടെ വെയിറ്റ് കുറച്ച് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ആളുകൾ പല വെയിറ്റ് ലോസ് മെത്തേഡ് ഒരുമിച്ച് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് അവർക്ക് വെയിറ്റ് ലോസ് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയത്തില്ല. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 10 കിലോ 20 കിലോ ഒക്കെ ഒരു മാസത്തിൽ കുറയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം തന്നെ നശിക്കുന്ന ഒരു മെത്തേഡിലോട്ടാണ് അത് പോകുന്നത്. ഒരിക്കലും ഒരു മാസത്തിൽ 10 കിലോ 20 കിലോ അങ്ങനെയൊന്നും ടാർഗറ്റ് ചെയ്ത് ഒരിക്കലും വെയിറ്റ് കുറയ്ക്കാതിരിക്കുക. നമുക്ക് ഹെൽത്തി ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്ന വെയിറ്റ് ഒരു മാസത്തിൽ 8 കിലോഗ്രാം മാത്രമാണ്. നിങ്ങൾക്ക് 100 കിലോയ്ക്ക് മേളിലുണ്ടെങ്കിൽ മാത്രമാണ് അതിൽ മേളിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് ഞാൻ പറയുന്ന കണക്കല്ല, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന കണക്കാണ്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഹെൽത്തി വേയിലുള്ള വെയിറ്റ് ലോസ് മാത്രം ഫോളോ ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്.
ആണ്. നിങ്ങൾക്ക് ജിമ്മിൽ പോയിട്ട് വെയിറ്റ് കുറയ്ക്കാം, നിങ്ങൾക്ക് പട്ടിണി കിടന്നിട്ട് വെയിറ്റ് കുറയ്ക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഏത് മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും ആ മെത്തേഡ് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വെയിറ്റ് റീഗെയിൻ ആവുന്നതാണ് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നത്. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫാറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറയ്ക്കാത്തതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് കുറച്ച് അത് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിലെ വെയിറ്റ്, ഫാറ്റ്, BMI ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്രയാണോ വേണ്ടത് അത് നോർമൽ അളവിലോട്ട് എത്തിച്ചാൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. നോർമലി കണ്ടുവരുന്നത് കഷ്ടപ്പെട്ട ആളുകൾ വെയിറ്റ് കുറയ്ക്കും, വീണ്ടും വെയിറ്റ് കൂടും, വീണ്ടും വെയിറ്റ് കുറയ്ക്കും, വീണ്ടും വെയിറ്റ് കൂടും. ഇങ്ങനെ ഒരു സിങ് സാങ് മെത്തേഡിലാണ് വെയിറ്റ് ലോസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തന്നെ ഹാനികരമാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു തവണയിൽ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ലൈഫ് ലോങ് ആ വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം ഏത് മെത്തേഡാണെങ്കിലും ചൂസ് ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കുക. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കോച്ച് പറയുന്ന മെത്തേഡ് മാത്രം ഫോളോ ചെയ്യുക. കോച്ചിന് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കേണ്ടത്, എങ്ങനെയാണ് വെയിറ്റ് ലോസിന് മുന്നോട്ട് ഡയറ്റുകൾ ചാർട്ട് ചെയ്ത് തരേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കോച്ചിനെ നിന്ന് പ്രൊഡക്റ്റ് മാത്രം മേടിക്കാതെ കൃത്യമായിട്ട് കോച്ചിന്റെ ഗൈഡൻസിലും കൂടെ മുന്നോട്ട് പ്രോഗ്രാം ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾ പണം മുടക്കുന്നതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ് നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഏത് വെയിറ്റ് ലോസ് മെത്തേഡ് ആണോ ചൂസ് ചെയ്യുന്നത് ആ വെയിറ്റ് ലോസ് മെത്തേഡ് കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങളുടെ എൻഡ് റിസൾട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനിടയിൽ 100 വഴികൾ തേടി പോകരുത്. 100 വഴികൾ തേടി പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അതുകൂടാതെ നിങ്ങളുടെ ശരീരത്തിനും അത് ദൂഷ്യമാണ്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അതല്ല വെയിറ്റ് ലോസിന്റെ ഇടയിൽ ഒരുപാട് മെത്തേഡുകൾ ഫോളോ ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അഡ്വൈസർ എടുക്കാനും സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സുമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഫോളോ അപ്പ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ ആയിരുന്നായിരിക്കും. അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് റിപ്ലൈ ആയിരുന്നായിരിക്കും. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ലഭിക്കുന്നില്ല, അങ്ങനെയുള്ള വ്യക്തികൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് വരുന്നതായിരിക്കും. ഇത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. എല്ലാവരും ഹാപ്പിയായി, ഹെൽത്തിയായി, ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ലാതെ ഓൾ ഫാമിലി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.